അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നിക്കാഹുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും ഉള്ളൊരു വിഷയമാണ്. പല സഹോദരങ്ങളും ആദ്യം നിക്കാഹ് ചെയ്യും, പിന്നെ 1-2 മാസം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും, വീട് കൂടും. അപ്പോൾ ആദ്യം നിക്കാഹ് ചെയ്യുക, പിന്നെ 1 വർഷം, 6 മാസം, പിന്നെ 3 മാസം, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ ശേഷം വീട് കൂടുന്ന രീതി പലപ്പോഴും കാണാൻ കഴിയും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു സഹോദരനും സഹോദരിയും വിവാഹം കഴിച്ചു എന്ന് കരുതുക. പക്ഷേ അവരുടെ നിക്കാഹ് കഴിഞ്ഞു, വീട് കൂടിയിട്ടില്ല, അതിനിടയിൽ പ്രശ്നങ്ങളായി, അങ്ങനെ തൊലാക്ക് സംഭവിച്ചാൽ വീട് കൂടാത്ത പക്ഷം, അഥവാ ശാരീരികമായി ബന്ധപ്പെടാത്ത പക്ഷം, ഈ സഹോദരിക്ക് ഇദ്ദ ഇരിക്കേണ്ടതുണ്ടോ? വ്യാപകമായി പലപ്പോഴും ഈ വിഷയം നമ്മുടെ നാട്ടിൽ വസ്വാസുകൾ ഉണ്ടാക്കാറുണ്ട്, പലരും ചോദിക്കാറുമുണ്ട്. കാരണം ഈ നിക്കാഹ് ആദ്യം നടത്തുക, പിന്നെ കുറച്ച് കഴിഞ്ഞ് വിവാഹം കഴിക്കുക, വീട് കൂടുക എന്ന് പറയുന്നത് ഇന്ന് വ്യാപകമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നിക്കാഹ് കഴിഞ്ഞു വീട് കൂടാത്ത, അഥവാ ശാരീരികമായി അവർ ഇണചേർന്നിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ലാത്ത പക്ഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ വ്യക്തമായി ഖുർആൻ തന്നെ മറുപടി പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അലൈഹി സത്യവിശ്വാസികളെ, ഇദാ നകഹതുമുൽ മുഅ്മിനാത്തി, വിശ്വാസിനികളെ വിവാഹം കഴിക്കുന്ന പക്ഷം, സുമ്മ തൊല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരുമായി വീട് കൂടുന്നതിന് മുമ്പ് അവരെ തൊലാക്ക് ചൊല്ലിയാൽ, അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, പിന്നെ വീട് കൂടുന്നതിന് മുമ്പ്, ഒരുമിച്ച് ചേരുന്നതിന് മുമ്പ് നിങ്ങൾ തൊലാക്ക് ചൊല്ലിയാൽ, ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ, അവർക്ക് ഇദ്ദ ഇല്ല എന്നാണ്. തഅതദ്ദൂനഹ, അവർക്ക് ഇദ്ദ ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫമത്തിഉഹുന്ന വസദ്ദിഹുഹുന്ന സറാഹൻ ജമീല. അപ്പൊ നിക്കാഹ് കഴിഞ്ഞ് വീട് കൂടാത്ത ഒരു സഹോദരിയെ നീ ഒഴിവാക്കുമ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്ത്, നല്ല നിലയിൽ ഒരു മത്താവ് കൊടുത്ത് നല്ല നിലയിൽ പിരിയണം എന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഇദ്ദ ഇരിക്കേണ്ടതില്ല എന്ന് ഖുർആന്റെ നിർദ്ദേശം തന്നെ സൂറ അഹ്സാബിന്റെ 49-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.